Hello everyone, it's me Shahana Fatima and welcome to our show BIG14 Food Contest powered by Bindu Jewelry. ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ കയറി വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കുക എന്തായിരിക്കും എളുപ്പത്തിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വിഭവം എന്നായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ഈസി സ്നാക്കുമായിട്ടാണ് കുട്ടി ഷെഫ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഷെഫിനോട് ചോദിച്ചറിയാം. ഷെഫ് എത്തിയിരിക്കുകയാണ്. എന്താ പേര്? ആദില. ആദില എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്. 6ാം ക്ലാസ്. എവിടെ സ്കൂള്? ചെമ്മനാട് സ്കൂളിൽ പഠിക്കുന്ന ആതിരയാണ് ഇവിടെ കുട്ടി ഷെഫായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ആതിര എന്ത് ഡിഷായി ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്? വൈകുന്നേരത്തെ ചായക്ക് എളുപ്പമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡിഷുമായാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കായ് കുംസ് അല്ലെങ്കിൽ കായ് പോള എന്ന് പറയുന്നു. കായ് കുംസിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്? പഴം, അണ്ടിപ്പരിപ്പിൻ്റെ പൊടി, നെയ്യ്, മുട്ട, പഞ്ചസാര. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ആദില നമുക്ക് വേണ്ടി കായ് കുംസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഗ്യാസ് ഓൺ ചെയ്യുക. പിന്നെ അടുപ്പത്ത് ഫ്രൈ പാൻ വെക്കുക. ഈ ഫ്രൈ പാൻ ചൂടായതിനു ശേഷം ഈ നെയ്യ് ഇതിൽ ഒഴിക്കുക. പിന്നെ ഈ അണ്ടിപ്പരിപ്പിൻ്റെ പൊടി ഇതിലേക്കിടാം. വേണമെങ്കിൽ മുന്തിരിയും ഇടാം. ഇത് നല്ല രീതിയിൽ ഇളക്കുക. ഇത് ഇളക്കിയതിന് ശേഷം ഈ അരച്ചു വെച്ച കായ് ഇതിലേക്ക് ഇടുക. ഇത് ചൂടാകുന്നത് വരെ മുട്ട പൊട്ടിച്ച് അടിച്ച് എടുക്കുക. പിന്നെ ഈ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര. എത്ര മുട്ടയാണ്? 3 മുട്ടയും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കും. നല്ലവണ്ണം അടിച്ചു എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ഈ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇത് നന്നായി നല്ല രീതിയിൽ ഇളക്കുക. ഇനി ആദ്യം അടുപ്പത്ത് ഫ്രൈ പാൻ വെക്കുക. ഇത് അടുപ്പത്ത് ചൂടാവാൻ വെക്കുക. അതിനുശേഷം ഈ നെയ്യിടുക. വേവിച്ചെടുക്കാൻ. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഈ നെയ്യിടുക. പിന്നെ ഇതിലേക്ക് ഒഴിക്കുക. വേവാൻ വേണ്ടി ഇത് ഞങ്ങൾക്ക് അടച്ചു വെക്കാം. ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആകുമ്പോൾ നെയ്യിൻ്റെയും പഴത്തിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇത് വേഗം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് എത്ര സമയം അടിച്ചു വെക്കണം? ഇത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി പാകമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റ് എടുക്കും. ഓക്കെ, ഒരു 6-7 മിനിറ്റ് അതുവരേക്കും വെയിറ്റ് ചെയ്യാം. ഇത് വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് മറിച്ചിടാം ഒരു പ്ലേറ്റിലേക്ക്. ഇത് മറിച്ചിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പോൾ മറിച്ചിട്ടിരിക്കുകയാണ്. അടിഭാഗം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പ്ലേറ്റിലൊന്ന് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് 5-6 മിനിറ്റ് വേവണോ? 2 മിനിറ്റ്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തോ. കുക്കിംഗ് അല്ലാതെ വേറെ എന്തൊക്കെ ഹോബീസാണ് നമുക്കുള്ളത്? റൈറ്റിംഗ്, ഡ്രോയിങ്, റീഡിങ് എക്സെട്ര. റൈറ്റിംഗ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? മാഗസിനൊക്കെ എഴുതിയിട്ടുണ്ടോ? മാഗസിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്ത് മാഗസിൻ്റെ? ഡോളിനെ കുറിച്ചിട്ട്.
അപ്പോൾ ഡോളിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? പോയമാണ്. അപ്പോൾ മൊത്തത്തിലൊരു സകലകലാവല്ലഭിയും പിന്നെ പ്രത്യേകിച്ച് കുംസിലാണ് എക്സ്പേർട്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താ? കഴിയാറായോ? ഇത് ഏകദേശമായി. ഇനി ഞങ്ങൾക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മളുടെ കുംസ് റെഡി ആയിരിക്കുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് കഴിക്കാൻ പോകുന്നത്? മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇനി കഴിക്കാം. ടേസ്റ്റായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബനാനയും എല്ലാം കിട്ടുന്നുണ്ട് കഴിക്കാനും. കൊള്ളാം, കലക്കി. എൻ്റെ ഈ ഡിഷ് പെർഫോമൻസ് ഇഷ്ടമായാൽ എൻ്റെ സപ്പോർട്ടിന് വേണ്ടി ലൈക്ക്, കമൻറ്റ്, ഷെയർ കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. Bindu Jewelry, Kasaragod. Gold, diamond, birthstone, silver.